നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. പ്രതീക്ഷകളും ആകാംക്ഷകളും ഒക്കെയായി ഈ ദിവസത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. വാർത്തകളിലേക്ക് വന്നാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമായി ഇന്ത്യ പതിയെ തിരിച്ചടിയുടെ പാതയിലാണുള്ളത്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെ ഐക്യരാഷ്ട്രസഭ അടക്കം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം പോവുകയാണ്. നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. बेड़ियां पीछे चल दे यार, तुम मौत ही कश्मीर की गेम है। थोड़ा बताइए हुआ। हम इंडियन आर्मी है, बैठो। ओके, डोंट वरी, यू ओके? यू नीड अ वाटर सर? बच्चे को പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ തിരികെ കിട്ടാനുള്ള ശ്രമം തുടരുന്നു. ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ച തുടരുകയാണ്. അതിർത്തിയിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രാഹുൽ ഗാന്ധിയും കരസേനാ മേധാവിയും ഇന്ന് കശ്മീരിലാണ് ഉള്ളത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് KP അഭിലാഷ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. മൂന്നാം ദിവസം രാവിലെ എത്തുമ്പോൾ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന UN നിർദ്ദേശം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രകോപനങ്ങൾ ഇന്നലെയും ഉണ്ടായി. ഇന്നലെ ഉധംപൂരിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രകോപനങ്ങൾക്കപ്പുറത്തും തൽക്കാലം ഇന്ത്യ സംയമനം പാലിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് കൃത്യമായി തിരിച്ചടി ഉണ്ടാവും. ഈ BSF ജവാന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാന്റെ ആക്രമണത്തിന്, അതായത് തീവ്രവാദ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും രാജ്യം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബീഹാറിലെ പൊതുപരിപാടിയിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് അടക്കമുള്ള ഇന്ത്യയുടെ ആക്രമണം അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അതോടൊപ്പം പാകിസ്ഥാന്റെ പ്രകോപനത്തിന് മറുപടി എന്ന നിലയിൽ ഇന്നലെ സംയുക്ത സൈനിക അഭ്യാസം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുമാണ്. അങ്ങനെ ഇന്ത്യ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാകട്ടെ കൂടുതൽ പ്രകോപനമുണ്ടാകുന്ന സമീപനവും നിലപാടുമാണ് ഇപ്പോൾ തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ജവാനെ ഇപ്പോൾ പാക് സൈന്യം പിടികൂടിയിട്ടുള്ളത്. അതിർത്തി കടന്നു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാക് സൈന്യത്തിന്റെ പ്രതികരണം. എന്നാൽ നമുക്കറിയാം ഇത് പഞ്ചാബ് അതിർത്തിയാണ്. പഞ്ചാബ് അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ കൃത്യമായി അതിർത്തി മേഖലകളിൽ കാർഷിക മേഖലകൾ ഉണ്ട്. ഒരു ബോർഡറിന് അപ്പുറത്ത് പാകിസ്ഥാനിലെ കർഷകരും ഇപ്പുറത്ത് ഇന്ത്യൻ കർഷകരും കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന മേഖല ആണ്. അത് സാധാരണ നിലയിൽ വലിയ സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ്. അവിടെ ഇന്ത്യൻ കർഷകർക്കടക്കം സുരക്ഷ ഒരുക്കുന്നത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ആണ്. അങ്ങനെ കൃത്യമായും ഇന്ത്യയുടെ അതിർത്തിക്ക് ഉള്ളിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ജവാനെ ആണ് പാകിസ്ഥാൻ ഇപ്പോൾ കൈവശം വെച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. കണ്ണുകിട്ടിയ നിലയിൽ ഉള്ള ചിത്രങ്ങൾ അടക്കമാണ് പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ഈ ജവാനെ തിരിച്ചു കിട്ടണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫ്ലാഗ് മീറ്റിംഗ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിലെ സേനാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈനികരെ വിട്ടുകിട്ടണം എന്ന കർശനമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് കൃത്യമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ അല്ല ഈ സൈനികനെ പിടികൂടിയിട്ടുള്ളത്. ഏതെങ്കിലും ആക്രമണം നടത്തിയതായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ ഇത്തരത്തിൽ അതിർത്തിയിൽ സംരക്ഷണം ഒരുക്കുന്ന സൈനിക വിഭാഗത്തിൽപ്പെട്ടവരെ പരസ്പരം കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. ഇന്ന് വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് ജമ്മു കാശ്മീരിൽ തുടരുന്നത്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരസേനാ മേധാവി അടക്കം ശ്രീനഗറിൽ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് പഹൽഗാം ഉൾപ്പെടെ, അതായത് ഈ തീവ്രവാദ ആക്രമണം നടന്ന പ്രദേശം ഉൾപ്പെടെ കരസേനാ മേധാവി സന്ദർശിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും ഈ ആക്രമണം നടന്ന പ്രദേശത്ത് എത്തുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ബൈസാരൻ മേഖലയിൽ വലിയ തോതിലുള്ള സേനാ വിന്യാസമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. 26 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള
ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തുടരുക തന്നെയാണ്. ഒപ്പം ഉദ്ധംപൂരിലടക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായ തെരച്ചിൽ ആണ് ഇപ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടും ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അതിർത്തി മേഖലകളിൽ അടക്കം സുരക്ഷ ശക്തമാക്കുന്നതിനോടൊപ്പം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കണം എന്ന അറിയിപ്പ് സേനാ വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള നിലപാട് എന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ അതിനെ യുദ്ധമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നിലപാട്. അതിനിടെ തന്നെയാണ് ഈ കരാർ മരവിപ്പിച്ചിരിക്കുന്നു എന്നത് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യ എന്തൊക്കെ നയതന്ത്ര സമീപനമാണോ സ്വീകരിച്ചത് അതേ നാണയത്തിൽ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. അതായത് അതിർത്തി മേഖല അടച്ചിടും, ഒപ്പം ഷിംല കരാർ റദ്ദാക്കുന്നു, അതോടൊപ്പം അതിർത്തി കടന്നുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ ആണ് പാകിസ്ഥാനും കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ത്യ യുദ്ധത്തിലേക്ക് കടന്നാൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഔദ്യോഗികമായ തരത്തിലുള്ള പ്രതികരണങ്ങളും മറുപടികളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നയതന്ത്ര യുദ്ധം മുറുകുന്നതിനിടെ മറ്റു തരത്തിലുള്ള സൈനികമായ ആക്രമണം അതും ഏത് നിമിഷവും ഉണ്ടാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഒപ്പം ഈ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൽ മലയാളിയായ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യും. ശ്രീജ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 2 ദിവസം പിന്നീട് നിന്ന് 3-ാം ദിവസമാണ്. 3-ാം ദിവസമാകുമ്പോഴേക്കും കാര്യങ്ങളുടെ ചിത്രമൊക്കെ വ്യക്തമാവുന്നുണ്ട്, പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഈ ദിവസം മുഴുവൻ അത്തരം തുടർ പ്രതികരണങ്ങളിലേക്കും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളിലേക്കും ഒക്കെ തന്നെ ശ്രദ്ധയൂന്നാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്? മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ പുത്തൻ ഉണർവിലാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. അവധി ആഘോഷിക്കാനും വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടാനുമായി നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിന്റെ മല കയറി എത്തുന്നത്. സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ ജില്ലയിലെ ബോട്ടിംഗ് സെന്ററുകളും സജീവമായി. ഇടുക്കിയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ബോട്ടിംഗ് ആസ്വദിക്കാതെ മടങ്ങാറുമില്ല. ജില്ലയിലെ പ്രധാന ബോട്ടിംഗ് സെന്ററുകളായ ചെങ്കുളത്തും മാട്ടുപ്പെട്ടിയിലും തേക്കടിയിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ஃப்ரெஷ் ஏர் அந்த தண்ணி எல்லாம் போடும்போது செம்ம ப்ரீஸ் நல்லா இருக்கு. சூப்பர் எக்ஸ்பீரியன்ஸ். சூப்பரா இருக்குங்க. போட்டிங் அவர் பண்றது செம்ம போட்டிங். அதே போல இந்த கேமரா வீடியோ எடுத்து கொடுக்கறதுக்கு ஹெல்ப் பண்ணது பக்காவாக பண்ணாங்க. மூணாறு நாங்கள் எக்ஸ்பெக்ட் பண்ணதை விட ரொம்ப நல்லா இருக்குது. கிளைமேட் நல்லா இருக்குது, க்ளீன்லினஸ் அந்த பிளேசஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது. ஸோ நாங்கள் ரொம்ப என்ஜாய் பண்ணோம். ஸோ ஃபேமிலியோட வந்தங்காட்டி நாங்கள் ஒரு ரிசார்ட்டில் ஸ்டே பண்ணிவிட்டு இந்த எல்லா டூரிஸ்ட் ஸ்பாட்லேயும் கொஞ்சம் വീക്കെൻഡുങ്ങാട്ടി கொஞ்சம் க்ரௌடாக இருக்குது. பட் இருந்தாலும் എല്ലാ ഇടവും സൂപ്പറാக இருக்குது. ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അവധിക്കാലത്ത് വീണ്ടും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ടൂറിസം മേഖലയിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവരും പ്രതീക്ഷയിലാണ്. മെയ് മാസം കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുകയാണ്. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രം കൂടി, അതിനുള്ള വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഈ ഹെറിറ്റേജ് സെന്റർ. ആനച്ചാൽ 2-ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി തീർത്തിട്ടുള്ളത്. മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ കരുത്തുപകരാൻ ലക്ഷ്യമിട്ടാണ് ആനച്ചാൽ തട്ടാത്തിമുക്കിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത്. സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി അവസാന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രജീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ അപൂർവമായി മാത്രമാണ്, ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഈ ലോക്കൽ ഹെറിറ്റേജ് സെന്റർ ഉള്ളത്. അപ്പം അതുകൊണ്ട് പള്ളിവാസൽ പഞ്ചായത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് തട്ടാത്തിമുക്കിൽ 2 നിലയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഹെറിറ്റേജ് സെന്റർ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ചു. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ.
പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും വിനിയോഗിച്ച് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. ആനച്ചാൽ 2-ാം മൈൽ റോഡിനരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. തണ്ണിമത്തൻ കൃഷിക്ക് ഗ്രാമീണ ശാക്തീകരണത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം വാരപ്പെട്ടിയിൽ. കുടുംബശ്രീയുടെയും ഒപ്പം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ 50 സെന്റ് സ്ഥലത്താണ് ഇവർ തണ്ണിമത്തൻ കൃഷി ചെയ്തത്. തണ്ണിമത്തൻ മാത്രമല്ല, പയർ ഉൾപ്പെടെയുള്ള മറ്റ് വിളകളും ഇവർ ഇവിടെ പരീക്ഷിച്ചിരുന്നു. എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ DCSകളിലും തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശത്തെ തുടർന്ന് ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരായ KM സെയ്ദ്, ദീപ ഷാജു, ഷജി ബസി, ജീവാംഗം മഞ്ജു ബൈജു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ജൈവ പച്ചക്കറി എന്ന പോലെ തന്നെ വിഷം കലരാത്ത പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നടത്തിയ ഈ പദ്ധതിക്ക് കൃഷി ഓഫീസർ സൗമ്യയും സ്ഥലത്തിന്റെ ഉടമ ബേബിയും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകിയാണ് തണ്ണിമത്തൻ കൃഷി വിജയത്തിലെത്തിച്ചത്. 2.5 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കിരൺ വിഭാഗത്തിൽപ്പെട്ട തൈകളാണ് നട്ടത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ പ്രതീക്ഷിച്ചതിലും വിളവ് ലഭിച്ചു. വരും നാളുകളിൽ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് കൃഷി വിപുലമാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു. ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ എല്ലാ കർഷകരും അതിന് നല്ല രീതിയിൽ സഹകരിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറുടെ നല്ലൊരു നിർദ്ദേശങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഞങ്ങളോട് ഈ കൃഷി നടത്തുന്നതിനും വിജയിപ്പിക്കുന്നതിനും വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ സഹകരിക്കുകയുണ്ടായി. ഇവിടെ കർഷകരുടെ ഒക്കെ ഉപദേശപ്രകാരവുമെല്ലാം തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും അതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുക്കുംബർ, പയർ, നിരവധിയായ മറ്റ് കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയും ജനപ്രതിനിധികളും കൈകോർത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിന് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും FPO അംഗങ്ങളും പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു നെൽകൃഷിക്കിറങ്ങി. അവിടെ ആ നെൽകൃഷിയിൽ ഇപ്പോൾ 100 മേനി വിളവ് കിട്ടിയിരിക്കുകയാണ്. പാഠ്യപ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നിർവഹിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ചെറുവാടി പുഞ്ചപ്പാടത്തെ 3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ഇറക്കുമ്പോൾ ലവ് ഷോർ അധികൃതർ പോലും കരുതിയിരുന്നില്ല ഇത്ര മികച്ച വിളവ് ലഭിക്കുമെന്ന്. എന്നാൽ 3.5 മാസത്തിനിപ്പുറം വിളവെടുക്കാൻ എത്തിയപ്പോൾ പുഞ്ചപ്പാടം സുവർണവർണ്ണം അണിഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിലാണിവർ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. കൊയ്തെടുത്ത നെല്ല് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കടകളിലെത്തിച്ച് വിൽപ്പന നടത്തുമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുമെന്നും ലവ് ഷോർ മാനേജർ UA മുനീർ പറഞ്ഞു. ഇതിന്റെ എല്ലാ ലാഭവിഹിതവും ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും തന്നെ നൽകിക്കൊണ്ട് അവർക്കൊരു ആജീവനാന്ത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ പദ്ധതിയിലേക്ക് നാം കാലെടുത്ത് വെച്ചിട്ടുള്ളത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. ലവ് ഷോറിന്റെ ഈ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ മുൻപിലെത്തുന്ന അരി എന്ന ആഹാരം എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുക, അവർക്കും അതിലേക്ക് ഒരു താല്പര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പ്രസ് ക്ലബ് പ്രസിഡന്റ് C ഫസൽ ബാബു, കൃഷി അസിസ്റ്റന്റ് AP ബീന, PTA പ്രസിഡന്റ് ബംഗാളത്ത് അബ്ദുറഹ്മാൻ, മാനേജർ UA മുനീർ, ഹസൻകുട്ടി, U ആമിന, M ഷമീന, അസീസ് കാരക്കുറ്റി, CP നിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് ഓർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശം. ഉപ്പുവെള്ളം കയറിയത് മൂലം തെങ്ങുകൾ ഉണങ്ങി വീഴുകയാണ്. 100-ലേറെ വീടുകളുടെ പ്രദേശം ഉപ്പുവെള്ളത്തിന്റെ ഭീഷണിയിലായിട്ട് മാസങ്ങളായി. നീലേശ്വരം നഗരസഭയിലെ ഓർച്ച പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിലായിട്ട് മാസങ്ങളായി. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി പ്രദേശത്ത് വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ പുഴവെള്ളം പറമ്പുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ തെങ്ങുകൾ കരിഞ്ഞുണങ്ങി. നാളികേരം മുഖ്യ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്.
പറമ്പുകളിൽ പുഴവെള്ളം കെട്ടിക്കിടന്ന് തെങ്ങുകൾ ഉണങ്ങി വീഴുന്നതും കായ്ഫലം ഇല്ലാതാകുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഓർച്ച എന്ന ഗ്രാമം ഒരു താഴ്ന്ന പ്രദേശമാണ്. സാധാരണ ഉപ്പുവെള്ളം കയറാറുണ്ട്. മുൻകാലങ്ങളിൽ ബാവോടനുബന്ധിച്ചാണ് ഉപ്പുവെള്ളം കയറാറ്. ഇപ്പോഴത് അതിന് സമയം കയറാവുന്നില്ല, എന്നും ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പാലായി ഷട്ടർട്ടൺ ബ്രിഡ്ജ് അത് ഒരു പരിധിവരെ ഇതിനൊരു കാരണമാണ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. തെങ്ങുകൾക്ക് പുറമെ മറ്റു ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നശിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളായ കടിഞ്ഞിമൂല, പുറത്തേക്കായി തുടങ്ങിയ സ്ഥലങ്ങളും മാസങ്ങളായി ഈ ദുരിതം നേരിടുന്നുണ്ട്. പ്രദേശത്തെ തെങ്ങുകളിൽ ഭൂരിഭാഗവും മണ്ടപോയ അവസ്ഥയിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ജനങ്ങൾക്ക് വലിയ ദുരിതമാവുകയാണ്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെയാണ് കഴിഞ്ഞ 2 ദിവസമായി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. ദിവസേന 1000-ലധികം രോഗികളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയതോടെ ദുസ്സഹമായ ദുർഗന്ധവും മലിനമായ പരിസരവും രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഒഴുകിയെത്തുന്ന മലിനജലം റോഡിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിലൊഴുകി ചുറ്റുപാടും പരക്കുന്ന സാഹചര്യവുമുണ്ട്. കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ വരെ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കണേ. അതിഭയങ്കര മണ. ഇപ്പൊ പുഴ ഒഴുകുമണ്ണ ഒഴുകണേ. കഴിഞ്ഞ ഓണം ഇങ്ങനെ വന്നതാ. വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജിനുവിനെ വിളിച്ചു പറഞ്ഞു. ജിനു വിളിച്ചാൽ ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കി. അതിപ്പോ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഭയങ്കരമായി ഓവർഫ്ലോയാ. എന്ത് മണ, പുഴുവൊക്കെ വരുവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് മലിനജലം പതിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ളവർക്ക് വരെ ദുരിതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. രോഗികളായി എത്തുന്നവരെ വീണ്ടും രോഗികളാക്കി മാറ്റുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. സംസ്ഥാനത്ത് കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വയനാട് പൂളക്കൊല്ലി സ്വദേശി അറുമുഖനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കോളനിയോട് ചേർന്ന പ്രദേശത്തെത്തിയ കാട്ടാന അറുമുഖനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന. ചെമ്പ്രമുടിയോട് ചേർന്ന ഒരു മേഖലയാണിത്. സ്ഥിരമായിട്ട് ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? ആളുകളുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രതിഷേധമൊക്കെ ഉള്ളതായി വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ശ്രീജ, ഇത് സ്ഥിരമായി കാട്ടാന ആക്രമണമുള്ള ഒരു മേഖലയാണ്. സ്ഥിരമായി കാട്ടാന ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അറുമുഖന്റെ മൃതദേഹം കൊണ്ടുപോവാൻ സമ്മതിക്കില്ല. ഇവരുടെ ആവശ്യത്തിന് ഫെൻസിംഗ് അടക്കമുള്ള ഒരു നടപടികളും ഇതുവരെ മേഖലയിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി ലഭിക്കുന്നത് വരെ ഈ മൃതദേഹം കൊണ്ടുപോവാൻ സമ്മതിക്കില്ലെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നെന്തായാലും കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിൽ െല്ലാം പരിഹരിക്കുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇന്നലെ DFO ഉറപ്പ് നൽകിയതിന്റെ പുറത്താണ് പിന്നീട് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചതും പ്രതിഷേധം അവസാനിപ്പിച്ചതും. എന്തായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഈ കാട്ടാന ആക്രമണത്തിൽ അറുമുഖൻ മരിച്ചത്. ഇതുവരെ കഴിഞ്ഞ 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം മരിച്ചത് 3 പേരാണ്. മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ അറുമുഖൻ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ എരുമക്കൊല്ലി മേഖലയിൽ വെച്ച് അവിടെ തേയിലത്തോട്ടത്തിൽ നിന്നും ഇറങ്ങി വന്ന കാട്ടാന അറുമുഖനെ ആക്രമിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഇന്നലെ അറുമുഖൻ മരിച്ചിരുന്നു. ഇതുവരെ സംസ്ഥാനത്തുടനീളം ഈ വർഷം മാത്രം 15ഓളം പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. അതിൽ തന്നെ 2 മാസത്തിനിടെ വയനാട്ടിൽ മാത്രം മൂന്നാമത്തെ ആളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇതേ കാട്ടാന തന്നെ മേഖലയിൽ 5 പേരെ ആക്രമിച്ചതായും ഈ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഫെൻസിംഗ് അടക്കമുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒന്നും ആളുകൾക്ക് നൽകിയില്ല എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഇന്നലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വരെ വയനാട്ടിൽ നടന്നിരുന്നു. ഇനി മൃതദേഹം ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ ഉന്നതതല യോഗത്തിൽ
സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരാൻ സമ്മതിക്കില്ലെന്ന് കൂടി നാട്ടുകാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ന് യോഗം ചേരും. അതിൽ ഇക്കാര്യങ്ങളെല്ലാം ഈ നാട്ടുകാരുടെ ആശങ്കകൾക്കെല്ലാം ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 2 ഏക്കർ വിസ്തൃതിയിൽ വലിയൊരു ജലസംഭരണി നിർമ്മിക്കാൻ പദ്ധതി. ഇതിനായി 4 കോടി രൂപ ചെലവിൽ കുളം നിർമ്മാണത്തിന് തുടക്കമായി. കേന്ദ്രത്തിൽ വേനൽക്കാലത്തെ പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും നേരിടുന്ന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെല്ല്, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കടുത്ത വേനലിലും കേന്ദ്രത്തിലെ പ്രവർത്തികൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനായി 2 ഏക്കർ വിസ്തൃതിയിലുള്ള കുളമാണ് നിർമ്മിക്കുന്നത്. 4 കോടി രൂപയാണ് ചിലവിടുന്നത്. കുളത്തിന്റെ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ വെള്ളം കണ്ടു. മുഹമ്മദ് മൂസൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് യാഥാർത്ഥ്യമായാൽ ഒരു അത്യാവശ്യം ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ തടാകം പോലെ വരുന്ന ഈ വലിയൊരു കുളം യാഥാർത്ഥ്യമാകുന്നത്. ഇതിന്റെ കൂടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് RIRS കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ റിസർച്ചിനും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ വലിയ സാധ്യത ഉണ്ടാവുകയും 100 വർഷത്തോടടുക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട ജലവിതരണ ശൃംഖല ഉണ്ടാക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നെല്ലിലും പയറിലും ഉദ്യാന വിളകളിലും കേന്ദ്രത്തിന്റേതായ സംഭാവനകളുണ്ട്. മെച്ചപ്പെട്ടതും ഗുണനിലവാരം ഉറപ്പുള്ളതുമായ വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി കേരളത്തിലെമ്പാടുമുള്ള കർഷകർ ഈ കേന്ദ്രത്തെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ജലദൗർബല്യം കാരണം മതിയായ അളവിൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിയാറില്ല. ജലസേചന സൗകര്യം ലഭ്യമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാവും. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് കൊട്ടിക്കുളം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിലെ അനിശ്ചിതത്വം അവസാനം ഒഴിയുകയാണ്. ഫ്ലൈഓവർ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫ്ലൈഓവർ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 പഞ്ചായത്തിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് കോട്ടിക്കുളത്ത് മേൽപ്പാലം എന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന് അനുമതിയായി. പക്ഷേ നിയമക്കുരുക്കിൽപ്പെട്ട് വൈകി. പാതയ്ക്ക് കുറുകെയുള്ള റെയിൽവേ സ്റ്റേഷനും ലെവൽ ക്രോസും വലിയ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും ആംബുലൻസ്, ഫയർഫോഴ്സ് വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കും. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അതിൽ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ധനകാര്യ വകുപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. രാജ്യാന്തര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് വഴിവെച്ചേക്കാവുന്ന മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭ പാതയിലാണ്. വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിവേദനം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മന്ത്രിക്ക് സമർപ്പിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് പോകും മുമ്പ് നമ്മളൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയിൽ കാണാം നല്ല വാക്ക്.